നടന്ന സ്ഥലമാണ്. അവിടെയാണ് പോയത്. മീനാക്ഷി പാലത്തിൻ്റെ അടുത്തായി. അവിടെ രണ്ട് മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ അനിൽകുമാറും കൃഷിമന്ത്രി സിദ്ദിഖ്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ പൊതുമരാമത്ത് മന്ത്രി ബഷീർ ഇവിടെ കണ്ട കാഴ്ച നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ല. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പമുള്ള ഒരു ഭാഗം മണ്ണും മേലെ നിന്ന് വന്ന വെള്ളവും മണ്ണും അതിനോട് ചേർന്നുള്ള എല്ലാം കൂടിയാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കൂടെ ഈ നീക്കിയിട്ട മണ്ണും കൂടി ചേർന്നപ്പോൾ നല്ല ശക്തിയിലൂടെ ഒഴുക്കായി എന്താണ് ഞങ്ങൾ പോയിരുന്നു. ക്യാമ്പിൽ കണ്ട് എല്ലാവരെയും കണ്ടു. അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, അവർ നേരെ വന്നതാണല്ലോ, സ്ത്രീകളും മറ്റും ഉണ്ട്. അപ്പം അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സില്ല. വന്ന ഡ്രസ്സുകാർ കഴിയാണ് ഈ സ്ത്രീകളൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു പരാതിയായിട്ട് തന്നെ അവർ ഉന്നയിക്കുകയുണ്ടായി. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടത്. ക്യാമ്പാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സാധാരണ ഇവിടെ അറിയാവുന്നതാണ്. ഇത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് നടപടിയെടുക്കണം. ആശുപത്രിയിൽ പോയപ്പോൾ അതിന് മുൻപ്, ഞങ്ങളിവിടെ എത്തുന്നതിന് മുൻപ് ഇന്ന് തന്നെ ഒരു ബോഡി കിട്ടിയിരുന്നു. തുടർന്ന് ഞങ്ങളവിടുന്ന് വന്നതിന് ശേഷം രണ്ടാമത്തെ ബോഡിയും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഇനി നേരത്തെ കണക്കാക്കിയതനുസരിച്ച് 3 ബോഡിയാണ് എനിക്ക് കിട്ടാനുള്ളത്. നേരത്തെ കണക്കാക്കിയതനുസരിച്ചാണ്. 5 പേരെയാണ് കാണാനില്ല എന്ന് പറഞ്ഞു. അതിൽ 3 പേരെയാണ് കാണാൻ ബാക്കിയുള്ളത്. അപ്പോൾ 5 പേരായി ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരിക്ക് പറ്റിയവരിൽ ആശുപത്രിയിൽ നടന്ന വിവരം 3 ആൾ ICUവിലാണ്. ICUവിലുള്ളവരെ ICUവിൽ പോയി ഞങ്ങൾ കണ്ടിട്ടില്ല. അതിലൊരാളുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ അവിടെ ഉള്ളവരെ കാണുകയുണ്ടായി. വലിയ സാരമായ പരിക്കല്ല, നല്ല രീതിയിൽ പരിഹരിച്ചു വരും നമുക്ക്. ഇതാണ് അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഈ ദുരന്തത്തിൽ
ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ചേരുകയും അക്കാര്യത്തിലുള്ള അനുശോചനവും ദുഃഖവും അറിയിക്കുകയും ചെയ്യുക. ഇവിടെ ഇനിയും 3 പേരുണ്ട്. അവരെയും കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. 2 ദിവസമായി വയനാട്ടിലെ ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇവിടെ പെയ്തത് അതിതീവ്ര മഴയാണ്. ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ദുരന്തമുണ്ടായ ദിവസം ഇവിടെ ഈ സ്ഥലത്ത് 266 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് പറയുന്നത്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. പക്ഷേ ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലേർട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഇവിടെ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, യാത്രക്കാരുണ്ട്. വയനാട്ടിലാണെങ്കിൽ എല്ലാ സീസണിലും ഇപ്പോൾ നല്ല നിലക്ക് ടൂറിസ്റ്റുകൾ വരുന്ന നിലയാണ്. അപ്പം അങ്ങനെയെല്ലാമുള്ള ഒരു സ്ഥലത്ത് ആളുകളുടെ സുരക്ഷയ്ക്കായി വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല എന്നതാണ് കാണാൻ കഴിയുന്ന കാര്യം. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിതീവ്ര മഴ വരാനിടയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഈ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് കൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്.
പിന്നെ കുട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും യഥാസമയം മണ്ണ് നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ജില്ലാ കളക്ടർ അധ്യക്ഷയായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ആ അതോറിറ്റിയുടെ യോഗം ജൂൺ 20 ചേരുന്നുണ്ട്. ഇപ്പോൾ മൺകൂനകളിലുള്ള അതിൽ നിന്നുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യത, മണ്ണൊലിപ്പ്, ചളിയൊഴുക്ക് ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയായി മാറുമെന്നും ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അപകടകരമായ രീതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള മണ്ണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി നീക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ താൽക്കാലിക സംരക്ഷണ നടപടികൾ എന്ന നിലക്ക് മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും തടയണമെന്നും ഈ യോഗം തുരങ്കപാത നിർമ്മാണ ഏജൻസിക്ക് അതിൻ്റെ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലായോ? നടപ്പിലാക്കിയിട്ടില്ല. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കാൻ സർക്കാർ എന്ന നിലക്ക് പ്രത്യേക നടപടികൾ ഇതിനു ശേഷം സ്വീകരിച്ചതായും കാണുന്നില്ല. ഇവിടെ പദ്ധതിയുടെ പൂർണ്ണമായ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനാണ്. ജൂൺ 25 പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ PWD ചീഫ് എഞ്ചിനീയർ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥതല ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും ഈ കൂട്ടിയിട്ട മണ്ണ് ശക്തമായ മഴയിൽ കുത്തിയൊഴുകി അപകടം സംഭവിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും നിർമ്മാണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ഉറപ്പുവരുത്തേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്നതും കാണുന്നു. സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ദുരന്ത നിവാരണ ആക്ടിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കാൻ തന്നെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ 2 ആഴ്ച സമയമുണ്ടായിട്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഈ ദുരന്തം നടന്ന സാഹചര്യത്തിൽ ആ വീഴ്ച ഗൗരവമായി കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടിയിരുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വീഴ്ച വരുത്തുകയാണുണ്ടായത്. മാത്രമല്ല, ഏകോപനത്തിന് വലിയ തോതിലുള്ള തകരാറുകളും സംഭവിക്കുന്നതായി കാണുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, വിവിധ വകുപ്പുകളും മന്ത്രിമാരും തമ്മിൽ തന്നെ ഏകോപനത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ കുറവുകൾ കാണും. ഇത് പ്രകൃതി ദുരന്തമല്ല, മണ്ണ് കൂട്ടിയിട്ടതും അത് സമയബന്ധിതമായി മാറ്റാത്തതുമാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ചില ഉന്നതരായ ഉദ്യോഗസ്ഥരും മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും ഒക്കെ വ്യക്തമാക്കുന്ന നിലയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരമൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നും മഴക്കാലം മഴ രൂക്ഷമായാൽ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്നും 2 ആഴ്ച മുൻപ് തന്നെ യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കാണേണ്ടത്. ഇത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഏതുതരം വീഴ്ചകളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ പ്രാപ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, സാങ്കേതിക വിദഗ്ധരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ആളുകളെ, ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടത്. ഇവിടെ കാണേണ്ടത് ഈ അപകടം പരിസ്ഥിതി പ്രശ്നം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശമായാലും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന
അപകടം അത് പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഴ്ച മറക്കാൻ വേണ്ടി, അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതികാനുമതി ലഭ്യമായത്. ഇവിടെ 2022 ഇത് സംബന്ധിച്ച പാരിസ്ഥിതികാഘാത പഠനം നടന്നത്. സുതാര്യമായി നടന്ന പഠനമാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ പദ്ധതി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും 2023 ഡിസംബർ 11, 13 തീയതികളിലായിട്ടാണ് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റികൾ പാരിസ്ഥിതികാനുമതി നൽകിയത്. സംസ്ഥാനവും നൽകി, കേന്ദ്രവും നൽകി. അവിടെ തീരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ചിലര് ഹർജികൾ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2025 ഡിസംബർ 16 വിധി പുറപ്പെടുവിച്ചു. ഈ ആക്ഷേപങ്ങളെല്ലാം തള്ളുകയും നൽകിയ പാരിസ്ഥിതികാനുമതി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊടുത്തു. അവിടെ അപ്പീലായിട്ട് പോയി. അപ്പോൾ 2026 ഏപ്രിൽ 6 സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവെച്ചു. അപ്പോൾ കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നതാണ് ഈ കാര്യത്തിൽ. അതിനെയാണ് തീർത്തും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ലാഘവത്തോടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഇത് തീർത്തും നിർഭാഗ്യകരമായ ഒരു സമീപനമാണ്. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്തു എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയോടുള്ള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിച്ച കാര്യത്തിൽ ആ കോടതികളോടുള്ള അവഹേളനം കൂടിയാണ് എന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ മന്ത്രിമാര് ഏകോപനമില്ലാതെയും പരസ്പര വിരുദ്ധമായും സംസാരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ പലരെയും പഴിചാരി മന്ത്രിമാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് നാം കാണുകയാണ്. ഉന്നതതല യോഗമാണ് മണ്ണ് നീക്കാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് ഏകപക്ഷീയമായി തീരുമാനം മാറ്റിയത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവേണ്ടതായിട്ടുണ്ട്.
ഇവിടെ തുരങ്കപാത അത് ഒരു ജനതയുടെ ആകെ വലിയ പ്രതീക്ഷയും അഭിലാഷവുമായി മാറിയ കാര്യമാണ്. കേരളത്തിൻ്റെ ടൂറിസം വാണിജ്യ മേഖലകളിൽ അനന്ത സാധ്യതകൾ തുറക്കുന്ന ഒന്നാണ് വയനാട് തുരങ്കപാത പദ്ധതി. കൃത്യമായ ആസൂത്രണത്തോടും മുൻകരുതലോടും കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. 8.73 കിലോമീറ്റർ ഇരട്ടപ്പാത, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ നീളമേറിയ ട്വിൻ ട്യൂബ് ടണലാണ്. കിഫ്ബി വഴി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ മതിപ്പ് ചെലവ് 2143 കോടി രൂപയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർവഹണ ഏജൻസിയായി ദിലീപ് ബിൽകോണിനെ കരാറുകാരായി നിശ്ചയിച്ചത് വ്യവസ്ഥാപിത മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ്. പദ്ധതിയുടെ നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുത്ത കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിരവധി ടണലുകളും പാലങ്ങളുമുള്ള 750 കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ച അനുഭവ സമ്പത്തുള്ള ഏജൻസിയാണ്. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്ക് 35 കിലോമീറ്റർ ദൂരവും 1.5 മണിക്കൂർ സമയവും ലാഭിക്കാനാവും. നിലവിലെ ചുരം വഴിയുള്ള യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇതോടൊപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അത് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതാണ് കാണാനിടയായത്. ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത പൊക്കിപ്പിടിച്ചാണ് സ്വന്തം വാദങ്ങൾക്ക് മുഖ്യമന്ത്രി ന്യായീകരണം കാണാൻ ശ്രമിക്കുന്നത്. ദേശാഭിമാനിക്ക് ഓഹരി കൈമാറ്റം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയത്. ഈ വിവരം മുൻ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത്. ദേശാഭിമാനി മുഖ്യമന്ത്രി വായിക്കുന്നുള്ള നല്ല കാര്യം തന്നെയാണ്. എന്നാൽ മറ്റു പത്രങ്ങളും വായിക്കുന്നുണ്ടാവുമല്ലോ. ഇവിടെ ദേശാഭിമാനിയിൽ മാത്രമാണോ ഈ വാർത്ത വന്നത്? ദേശാഭിമാനിയുടെ വാർത്ത 5-നാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ജൂൺ 1 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത മാധ്യമമാണ് എക്കണോമിക് ടൈംസ്. ജൂൺ 3 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത മാധ്യമമാണ് മാതൃഭൂമി. അപ്പോൾ അതിനു മുൻപുള്ള ഈ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അപ്പോൾ മറ്റു മാധ്യമങ്ങൾ മുൻപേ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത 3-4 ദിവസം കഴിഞ്ഞ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തതിനെയാണ് ദേശാഭിമാനി എന്തോ
രഹസ്യ വിവരം പുറത്തുവിട്ടു എന്ന നിലയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. ഇവിടെ കാണേണ്ട ഒരു കാര്യം, സ്വകാര്യവൽക്കരണത്തിലൂന്നിയ UDF സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം 2 നാൾ കഴിഞ്ഞാണ് എക്കണോമിക് ടൈംസിലൂടെ ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്. APSS in talks to sell stake in Vizhinjam Works transshipment port to Mediterranean Shipping Company. ഇതായിരുന്നു എക്കണോമിക് ടൈംസിൻ്റെ തലക്കെട്ട്. മാതൃഭൂമി ജൂൺ 3 കൊടുത്ത വാർത്ത, അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. ഇതായിരുന്നു മാതൃഭൂമിയുടെ വാർത്ത. അപ്പോൾ ദേശാഭിമാനി വാർത്ത നൽകുന്നതിന് മുൻപ് തന്നെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. മാതൃഭൂമി ഇത് റിപ്പോർട്ടായി നൽകിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ജൂൺ 5 ദേശാഭിമാനിയിൽ ഈ വാർത്ത വരുന്നത്. അപ്പോൾ എക്കണോമിക് ടൈംസിനും മാതൃഭൂമിക്കും കിട്ടിയ വാർത്ത ദിവസങ്ങൾ കഴിഞ്ഞ് ദേശാഭിമാനി നൽകുന്നതിൽ അസ്വാഭാവികത മുഖ്യമന്ത്രി കാണുകയാണ്. അതൊരു കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ള വാർത്ത ദേശാഭിമാനി മാത്രം പ്രസിദ്ധീകരിച്ചു എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങൾ കൊണ്ടൊന്നും UDF സർക്കാരിന് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. അത്രയാണ് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊരു വിഷയം, കഴിഞ്ഞ സർക്കാരിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ, കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രി IT വകുപ്പ് കൈകാര്യം ചെയ്തതിനെ ദുസൂചനയോടെ അദ്ദേഹം പരാമർശിക്കുന്നതായി കേട്ടു. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെയാണ് IT വകുപ്പ് ഏറ്റെടുക്കാറുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് UDFന് ബാധകമായ കാര്യമാണെന്ന് പറഞ്ഞാൽ മതി. LDFന് എങ്ങനെയാണത് ബാധകമാകുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാരുകളിൽ കഴിഞ്ഞ സർക്കാരുകൾ ജലനിധി എടുത്താൽ, ഈ 2016 വന്നതല്ല, അതിനു മുൻപുള്ള സർക്കാരുകളെ എടുത്താൽ, ആ സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാർ IT വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് കാണാൻ സാധിക്കും. അന്നും അതറിയാത്ത ആളല്ല ഇന്നത്തെ മുഖ്യമന്ത്രി. 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം IT വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു. 1996, 2001 കാലത്ത് നായനാരായിരുന്നു മുഖ്യമന്ത്രി. EK നായനാർ IT വകുപ്പ് ആ ഘട്ടത്തിൽ കൈകാര്യം ചെയ്ത. അപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, ഈ കഴിഞ്ഞ LDF സർക്കാർ കാലത്ത്
മുഖ്യമന്ത്രി IT വകുപ്പ് കൈകാര്യം ചെയ്തത് എന്തോ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന മട്ടിലാണ്. ഇത് LDFിൻ്റെ സർക്കാരുകൾ സ്വീകരിച്ചു വന്ന രീതിയാണ്. LDF സർക്കാരുകളുടെ അടുത്ത കാലത്തെ കീഴ്വഴക്കവും ഇതായിരുന്നു എന്നതാണ് അനുഭവം. അതൊന്നും അറിയാതെയല്ല അദ്ദേഹം പറഞ്ഞത് എന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ടാവും. ഏതായാലും ഇത്തരം രീതികൾ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം സ്വയം പരിശോധിക്കുന്നത് നന്നാവുമെന്ന് മാത്രമേ പറയാൻ. ഇത്രയാണ് ആമുഖമായി പറയാൻ. ഇതിന്റെ വ്യക്തമായ പഠനമോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് മന്ത്രിമാരൊക്കെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറഞ്ഞത് അത് ഇത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ആര് പ്രതികരിക്കുന്നു, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എല്ലാം പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം. അതിനു മുൻപ് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ പ്രതികരണങ്ങൾ നടത്തുന്നത് അത് ഗുണമല്ല ചെയ്യുക. അത് വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാകും. അത് മേലിലും ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ തീർത്തും അനീതമായിട്ടുള്ളവയടക്കമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം, സോയിൽ ടെസ്റ്റ് നടത്തിയില്ല. സോയിൽ ടെസ്റ്റ് വേണമെന്ന് കേരളയുടെ കാര്യത്തിൽ താൻ പറഞ്ഞിരുന്നു, ദേശീയപാതയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ സോയിൽ ടെസ്റ്റ് നടത്താത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സൂചിപ്പിക്കലുണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ. അത് എന്താണ് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്? മാത്രമല്ല അത് ഈ പദ്ധതിക്ക് തുരങ്കപാത പദ്ധതിയുടെ അനുമതിയെ അല്ലെങ്കിൽ അതിന്റെ പാരിസ്ഥിതികാഘാത പഠനത്തെയൊക്കെ അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അല്ല, തുരങ്കപാതയെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹവും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. തുരങ്കപാതക്ക് ആദ്യം അനുകൂലമായിരുന്നില്ല. അങ്ങനെയൊരു നിലപാടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായങ്ങൾ ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് ആ രീതി കണ്ടിട്ടില്ല. ഇതിനനുകൂലമായി നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ധാരണ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഏത് വികസന പദ്ധതികളും അത് ശരിയായ രീതിയിൽ നടപ്പാക്കാനുള്ള ചുമതലയാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്നത്. ഏത് പദ്ധതിക്കെതിരെയും തെറ്റായ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർത്താൻ ബോധപൂർവം തന്നെ ചിലർ ശ്രമിച്ചു എന്ന് വരും. ആ ശക്തികളുടെ ഭാഗമായി മാറാൻ ഒരു ഘട്ടത്തിലും ഒരു മുഖ്യമന്ത്രിക്കുമാവില്ല. അപ്പോൾ അത്തരം ശക്തികളെ നിർവീര്യമാക്കുകയും പദ്ധതി നാടിൻ്റെ താല്പര്യത്തിന് ഗുണകരമായത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി അർപ്പിതമായിട്ടുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ബാധ്യതയാണോ അദ്ദേഹം നിറവേറ്റുന്നത് എന്ന് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതിലൂടെ അദ്ദേഹം തന്നെ സ്വയംവിമർശപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പദ്ധതി നാടിനാവശ്യമായിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് അത് അങ്ങേയറ്റം വഴിവെക്കുന്നൊരു കാര്യമാണ്. ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടപെടലും ആവശ്യമായ ജാഗ്രതയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. തുരങ്കപാത നടപ്പിലാക്കാൻ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഈ പഠന റിപ്പോർട്ടുകൾ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്.
അതിനാണ് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞത്. ഞാൻ വിശദമായി പറഞ്ഞില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുതാര്യമായാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അതിൻ്റെ ഭാഗമായുള്ള തെളിവെടുപ്പുകൾ നടന്നു. അത് 2 കലക്ടർമാർ തന്നെയാണ് അത് ജില്ലകളിൽ നടത്തിയത്. ആളുകൾ അതിനെതിരെ തെളിവുകൾ കൊടുക്കേണ്ടവർ കൊടുത്തു. ആർക്കെല്ലാം അഭിപ്രായം പറയണോ അതെല്ലാം പറഞ്ഞു. അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട കമ്മിറ്റി പാരിസ്ഥിതിക അനുമതി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നൽകുന്നത്. അവിടെ തീരുന്നില്ല അത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഹൈക്കോടതിയിൽ വാദപ്രതിവാദം നടന്നു. അതുമായി ബന്ധപ്പെട്ട് പോയ കേസിൻ്റെ ഭാഗമായി അതെല്ലാം കേട്ടതിന് ശേഷം ഹൈക്കോടതി തീരുമാനം വന്നു. ഹൈക്കോടതി തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ തീരുമാനമെടുത്തത്. ഇതെല്ലാം നടന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പരിശോധനയും ജുഡീഷ്യൽ സ്ക്രൂട്ടിനി അടക്കം നടന്നതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഈ നിർമ്മാണം നടക്കുന്ന സംരക്ഷണ വിധി മുൻപ് അവിടെ GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തി കഴിഞ്ഞ ജൂണിൽ. അതിന് പ്രകാരം ഈ ജൂൺ പരിശോധന നടത്തിയപ്പോൾ അവിടെ വിള്ളലുണ്ട്, മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നിർമ്മാണ ചുമതല കമ്പനി കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ഒരു ഇടപെടലുണ്ട്. അത് സർക്കാരിന്റെ പൊതുമരാമത്ത് വീഴ്ചയല്ലേ? അത്തരം റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയില്ല എന്താണെന്ന്. കഴിഞ്ഞ ജൂൺ 11-ാം തീയതി വരെ പഠനം നടത്തി GSI ആണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, കോൺക്രീറ്റ് വാള് നിർമ്മിച്ച സംരക്ഷണം നിർമ്മിച്ച പലയിടങ്ങളിലും വിള്ളലുകളുണ്ട് എന്ന് കണ്ടെത്തി. മണ്ണിനെയല്ല എന്ന് വന്നത് വിള്ളൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് GSI റിപ്പോർട്ടിലാണ്. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തണമെന്ന് പറഞ്ഞല്ലോ. ആ പരിശോധനയുടെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരടക്കമുള്ള കമ്മിറ്റിയാണല്ലോ പരിശോധിക്കുക. അതിന്റെ ഭാഗമായി പുറത്തു വരട്ടെ കാര്യങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കുറവൊന്നുമില്ല. അവർ തന്നെയാണല്ലോ ഇപ്പോഴും മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട കാര്യം, തീരുമാനിച്ച കാര്യങ്ങൾ ആ തീരുമാനിച്ച രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ്. ഇവിടുന്നല്ലാലോ ഈ പറയുന്ന ദുരന്തം സംഭവിക്കുന്നത്, മേലെ നിന്നാണല്ലോ. ആ മേലെ നിന്ന് ദുരന്തം സംഭവിച്ച് അവിടുന്ന് പൊട്ടി വരുന്ന മണ്ണും വെള്ളവും അത് താഴോട്ട് വരുമ്പോൾ കൂടുതൽ ഊക്കോടെ വരിക, താഴെയുള്ളതിനെ എല്ലാം നീക്കുകയാണ്. അപ്പോഴാണ് അതിന് ശക്തി പകരത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കിട്ടുന്നത്. ആ മണ്ണടക്കമാണല്ലോ ഒഴുകി വരുന്നത്. അങ്ങനെയാണല്ലോ ഈ മീനാക്ഷി പാലം ആകെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയുണ്ടായി. ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ടൗൺഷിപ്പ് ടൗൺഷിപ്പ് നിർമ്മാണം കുറച്ച് അടിസ്ഥാന അനിശ്ചിതത്വമുണ്ട്. ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറുടെ സ്ഥലം മാറ്റി പുതിയ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറെ നിയമിച്ചിട്ടില്ല. ഇഫ്കോണ്ട് ഉദ്യോഗസ്ഥരെ മുന്നറിയിപ്പുള്ള സ്ഥലമാക്കി ഇനിയിപ്പോൾ വീണ്ടും നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എന്താണ് ജാഗ്രതയോടെ പോകേണ്ടതല്ലേ? ജാഗ്രതയോടെ പോകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ടൗൺഷിപ്പ് പോലുള്ളൊരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു തടസ്സം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് നമ്മുടെ നാടാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പൂർത്തിയായതാണ്. ഇനി അതിൻ്റെ അവസാന ഘട്ടം നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് തടസ്സമായിട്ട് ഗവൺമെൻറ് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേഗം തന്നെ അത് പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കർക്കിടമാസം വരുന്നേ ഉള്ളൂ. രാമായണം മുഴുവൻ വായിച്ചിട്ടും മറ്റവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണിത്. ഇതാണല്ലോ ഞാൻ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പദ്ധതി വേണ്ടാന്ന് മനസ്സിൽ തോന്നിയിരുന്ന ചിലരുണ്ടായിരുന്നു. അവർ പിന്നെ ഇത് പദ്ധതി ആവശ്യമാണ് എന്നുള്ള മട്ടിലേക്ക് എത്തിയിരുന്നു. അവർ വീണ്ടും പഴയതിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് നേരത്തെ. ഇവിടെ പദ്ധതി ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വയനാടിന് മാത്രമായിട്ടുള്ളതല്ല,
നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഈ പദ്ധതി. അപ്പോൾ ആ പദ്ധതി നടപ്പാവുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം.